യുഎസിലെ ഗവൺമെന്റ് ഷട്ട്ഡൗൺ രണ്ടാം ആഴ്ചയിലേക്ക് കടന്നതോടെ സർക്കാർ ഓഫീസുകളിൽ കൂട്ടപ്പിരിച്ചുവിടൽ ആരംഭിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. വൈറ്റ് ഹൗസ് ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ബജറ്റ് ഡയറക്ടർ റസൽ വോട്ടാണ് ഇക്കാര്യം അറിയിച്ചത്. പിരിച്ചുവിടൽ നടപടികൾ ആരംഭിച്ചതായും ഇത് വളരെയധികം ജീവനക്കാരെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിടുന്നത് ഡെമോക്രാറ്റുകളെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് റിപ്പോർട്ട്. 7 ഏജൻസികളിലായി 4000-ലധികം ജീവനക്കാരെ പിരിച്ചുവിടാൻ ഭരണകൂടം തീരുമാനിച്ചുവെന്ന് BBC റിപ്പോർട്ട് ചെയ്തു. ഫെഡറൽ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുക എന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദീർഘകാല ലക്ഷ്യമായിരുന്നു. നിയമപ്രകാരം ഫെഡറൽ സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടുന്നതിന് 30 ദിവസത്തെ മുൻകൂർ അറിയിപ്പ് നൽകേണ്ടതുണ്ട്. വൈറ്റ് ഹൗസ് ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ബജറ്റ് ഡയറക്ടറുടെ പോസ്റ്റിന് ശേഷം ട്രഷറി, ആരോഗ്യ, മാനവ സേവനങ്ങൾ തുടങ്ങിയ പ്രധാന വകുപ്പുകളിൽ ജീവനക്കാർക്ക് അറിയിപ്പ് നൽകി തുടങ്ങി. സൈബർ സെക്യൂരിറ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റി ഏജൻസിയിലെ ജീവനക്കാരെയും പിരിച്ചുവിടുമെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി അറിയിച്ചിട്ടുണ്ട്. അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ് AFL-CIO എന്നീ 2 പ്രധാന യൂണിയനുകൾ പിരിച്ചുവിടലിന്റെ നിയമസാധുത ചോദ്യം ചെയ്ത് കേസ് ഫയൽ ചെയ്തിരുന്നു. കൂട്ടപ്പിരിച്ചുവിടൽ നടപടികൾ ആരംഭിച്ചതിന് പിന്നാലെ ഈ നീക്കം തടയണമെന്നാവശ്യപ്പെട്ട യൂണിയനുകൾ വടക്കൻ കാലിഫോർണിയയിലെ ഫെഡറൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. രാജ്യത്തുടനീളം നിർണായക സേവനങ്ങൾ നൽകുന്ന ആയിരക്കണക്കിന് ജീവനക്കാരെ ഗവൺമെന്റ് ഷട്ട്ഡൌണിന്റെ മറവിൽ നിയമവിരുദ്ധമായി പിരിച്ചുവിടാൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചത് ലജ്ജാകരമാണെന്ന് അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ് പ്രസിഡന്റ് എവററ്റ് കല്ലി പറഞ്ഞു. അതേസമയം ഏകദേശം 4600 ജീവനക്കാർക്ക് വെള്ളിയാഴ്ച മുതൽ പിരിച്ചുവിടൽ നോട്ടീസ് ലഭിച്ചു തുടങ്ങിയതായി ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ബജറ്റ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സൂചിപ്പിച്ചു. ട്രഷറി വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ ജീവനക്കാരെ പിരിച്ചുവിടുന്നത്. ഏകദേശം 1446 ജീവനക്കാർക്ക് നോട്ടീസ് നൽകി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസിൽ 1100-നും 1200-നും ഇടയിൽ ജീവനക്കാർക്ക് അറിയിപ്പ് നൽകുന്നുണ്ട്. വിദ്യാഭ്യാസ, ഭവന, നഗരവികസന വകുപ്പുകൾ ഓരോന്നും കുറഞ്ഞത് 400 ജീവനക്കാരെ വീതം പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വാണിജ്യ, ഊർജ, ഭവന, നഗരവികസന, ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പുകൾ 176-നും 315-നും ഇടയിൽ ജീവനക്കാരെ വെട്ടിച്ചുരുക്കാൻ പദ്ധതിയിടുന്നുണ്ട്. വെള്ളിയാഴ്ച എത്ര ജീവനക്കാർക്ക് നോട്ടീസ് നൽകി എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. മറ്റ് ഫെഡറൽ ഏജൻസികളും പിരിച്ചുവിടൽ നടത്തിയേക്കാം. ഫെഡറൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തുടരാൻ ആവശ്യമായ ഫണ്ടിംഗ് ബില്ലിൽ നിയമനിർമ്മാതാക്കൾക്ക് ധാരണയിലെത്താൻ കഴിയാഞ്ഞതിനെ തുടർന്നാണ് ഒക്ടോബർ 1 മുതൽ ഗവൺമെന്റ് ഷട്ട്ഡൌൺ ആരംഭിച്ചത്. ഏകദേശം 40% ഫെഡറൽ ജീവനക്കാരെ, അതായത് ഏകദേശം 7,50,000 ആളുകളെ ഷട്ട്ഡൌൺ ബാധിക്കുന്നുണ്ട്. ഫെഡറൽ ജീവനക്കാരുടെ എണ്ണം ഗണ്യമായി വെട്ടിക്കുറയ്ക്കുക എന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ ദീർഘകാല പദ്ധതിയായിരുന്നു. ട്രംപ് അധികാരമേറ്റതു മുതൽ വിവിധ സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാരുടെ എണ്ണം കുറച്ചിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം സെപ്റ്റംബർ 23 വരെ ഏകദേശം 2 ലക്ഷം ഫെഡറൽ ജീവനക്കാരെ കുറച്ചതായി കണക്കാക്കുന്നുണ്ട്. സർക്കാർ മേഖലയിൽ ഈ വർഷം 2,99,755 ജോലികൾ വെട്ടിക്കുറയ്ക്കുമെന്ന് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.